ഹലോ ഡിയേഴ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇനി നോമ്പിനൊക്കെ അത്താഴത്തിന് എണിച്ച് ചോറ് വയ്ക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ അത്താഴത്തിന് എണിച്ചിട്ട് കൂട്ടാനുണ്ടാക്കാനും ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ നിൽക്കും. ആ ഒരു ടൈമൊന്നും ഇനി കളയണ്ട കേട്ടോ. നമുക്ക് ഇതേപോലെ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും കഴിച്ചു പോകും. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് ഇടന്നാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മാങ്ങ കഴുകിയിട്ട് 4 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താട്ടോ. എന്നിട്ട് ഇതേപോലത്തെ ഒരു തട്ടിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. അതിന് മുകളിലോട്ട് കുറച്ചധികം തന്നെ പൊടിയുപ്പോ കല്ലുപ്പോ ഇട്ടിട്ട് 2 ദിവസം ഒന്ന് വെയിലത്ത് ഉണക്കാൻ വെക്കാം കേട്ടോ. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കളറിൽ തന്നെ ആയി കിട്ടും. ഇനി ഇല്ലെങ്കിൽ ഒരു 3 ദിവസത്തിലൊക്കെ വെയിലത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ അത് നമുക്ക് എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു മാങ്ങയ്ക്ക് ഞങ്ങളിവിടെ അടമാങ്ങ എന്നാട്ടോ പറയാറ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ അടമാങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് കടുകും 1.5 ടീസ്പൂണ് ചെറിയ ജീരകവും പിന്നെ 1.5 ടീസ്പൂണ് ഉലുവയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം ഒന്ന് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാങ്ങേൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും മാങ്ങ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ വെയിലത്ത് ഉപ്പിട്ടിട്ട് ഉണക്കാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്തും കൂടിയും ഇതെടുത്തിട്ട് അച്ചാറുണ്ടാക്കി ഏലിയും കറികൾക്കൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഞാൻ അതേ ചട്ടിയിൽ തന്നെയാണ് കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണ ഇല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1.25 ടീസ്പൂണ് കടുകും കൂടി ഒന്ന് ചേർക്കണുണ്ട്. ഇനി കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായി അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെന്താണെങ്കിലും ചേർക്കണം കേട്ടോ. ഇത് ചേർക്കുമ്പോൾ അച്ചാർ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും അതേപോലെ ഒരു 1.5 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി കഷ്ണം കൂടിയാണ് കേട്ടോ ചെറുതായി അരിഞ്ഞെടുത്തത്. ഇനി ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി 3 പാടം നല്ലോണം മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് വരട്ടെ. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ മാങ്ങ കാണിച്ചില്ലേ, അത് വെറുതെ ഒന്ന് കഴുകി എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ മാങ്ങ ആ എണ്ണയിൽ കിടന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് നേരം ഒന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ആവുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മാങ്ങൻ്റെ അണ്ടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കടിച്ച് കഴിക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് കേട്ടോ കുറച്ച്. ഇനി എരിവ് കമ്മിയുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 3-4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണ് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ ഉണക്കാൻ വെച്ചത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കടുകും ജീരകവും ഉലുവയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തില്ലേ, ആ പൊടി 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. നമുക്ക് ആ പൊടി മൊത്തം ആവശ്യമൊന്നുമില്ല കേട്ടോ. അന്ന് 2 ടീസ്പൂൺ മാത്രം മതി. ബാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. ഇനി ഞാൻ ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ആവുന്ന പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ആ പൊടികളൊക്കെ ചേർക്കൂലേ, ആ സമയത്ത് തന്നെ ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടിയും കൂടി ഒന്ന് ചേർത്തെടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് സുറുക്കിയും അതേപോലെ തന്നെ ഒരു 1/2 ഗ്ലാസ് സാധാ നമ്മുടെ പച്ചവെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെറിയൊരു തിള വരുന്ന പോലെ ആകുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നല്ല ചൂടാറിയ ശേഷം നമുക്ക് വല്ല കുപ്പിയിലോ ജാറിലോ ആക്കിയിട്ട് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നല്ല കൊതിയൂറും അച്ചാറാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കത്തരാം, മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാൻ സിമ്പിളാണ്, ആകെ 2 ദിവസം ഉണങ്ങാനുള്ള ടൈം മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമൻറ്റിലൂടെ അറിയിക്കണേ. പറ്റാ.